ജീവിക്കുന്നു ആ മോളെ കൊണ്ട് സത്യം ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നത്. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വിങ്ങുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കോമാളി കരഞ്ഞ ജനം ചിരിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയാണ്. പ്രേക്ഷകരുടെ ഒരു സിമ്പതി എനിക്ക് വേണ്ട. ഞാനിത് മാർക്കറ്റിങ്ങിന് വേണ്ടി പറയണമല്ല. ഇതൊന്നും ഇല്ലേലും ഏറ്റവും വലിയൊരു ദേവാലയത്തിന് മുമ്പിൽ അവനവൻ്റെ മക്കളെ കൊണ്ട് നിർത്തട്ടെ, ഞാൻ നിർത്താം എൻ്റെ മക്കളെ. അതിൻ്റെ തലയിൽ തൊട്ടിട്ട് അവൻ സത്യം ചെയ്യട്ടെ, ഞാൻ അവനെ ഇടിച്ചെന്ന്, അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ചെന്ന്. പ്രപഞ്ചത്തിൽ സത്യം ശക്തിയില്ലേ? അല്ലാതെ ഞാൻ എന്ത് ആർക്ക് ഉപദ്രവം ചെയ്യണേ? സ്റ്റാർ മാജിക്കിൽ തങ്കച്ചൻ ഞാനൊക്കെ ആയിട്ടുള്ള ബന്ധം. സുധി എൻ്റെ കേസ് കൊടുത്തതിന് ശേഷവും സൈബർ വഴി ചുമ്മാ നമ്മളെ അങ്ങ് ഒരു ചാനലിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരാളെ റൂമിൽ കയറ്റി ഇടിച്ച്, അപ്പൊ ആൾക്കാർ വന്ന് ഡോർ തല്ലിപ്പൊളിച്ച് കയറി വന്ന് അവനെ രക്ഷിച്ച വ്യക്തിയെ വേണമെങ്കിൽ എന്നോട് മുമ്പിൽ ഇരിക്കട്ടെ, ഇരുന്ന് സംസാരിക്കാൻ പറ. ഞാൻ തയ്യാർ. മറ്റേ നമ്മുടെ ഞാൻ തയ്യാറാണ്. അങ്ങനെ കയറാൻ പറ്റാതെ ഞാൻ ജിനീഷിനെ വിളിക്കും. ഈ വ്യക്തി ഞാൻ അറിയാതെ വേറൊരു കാര്യമുണ്ടേ. ഇത് ആക്സിഡന്റ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ കുറെ പോയിന്റ്സ്. എനിക്ക് ഈ മാർക്കറ്റിംഗ് പോയിന്റ്സ് ഒന്നും എനിക്കറിയില്ല. ചേട്ടാ, നമുക്ക് ഈ സാധനം നമ്മുടെ പേജിലിട്ടാൽ നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുകയാണ്. ബിനു അടിമാലി. എനിക്കറിയാവുന്ന ബിനു അടിമാലി ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ബിനു എനിക്കറിയാം, വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ളൊരു സുഹൃത്താണ്, അടിമാലിക്കാരനാണ്. അടിമാലിയിൽ നിന്നും കലാരംഗത്ത് വന്നിട്ട് വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബിനുവിന് പറയാനുള്ളത് കേൾക്കണം. നമ്മൾ മറ്റു ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് കാര്യമില്ല. ബിനുവിന് എന്ത് പറയാനുണ്ട് എന്നാണ് നമുക്ക് കേൾക്കുന്നത്. ബിനു, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് താങ്കളെ. സന്തോഷം. ഒത്തിരി ബന്ധമാണ് നമ്മൾ തമ്മിൽ. ബിനുയെ കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. ബിനു ഇത്രക്കാരനാണോ എന്നൊരു ഭയപ്പാട് എനിക്കുണ്ടാവും. ഞാനും ഞെട്ടിപ്പോയി എന്നെ കുറിച്ച് ഓർത്തിട്ട്. കേൾക്കുമ്പോഴേ ഞാൻ ഇത്രയും വലിയ ഭയങ്കരനാണോ എന്ന് ഞാൻ തന്നെ ഓർത്ത് എനിക്കൊരു വിഷമമായിപ്പോയി. ഞാനതിപ്പോൾ കഴിഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ ഇതിന് ഞാൻ തൊട്ടിക്കരഞ്ഞു. അതുവരെ ആൾക്കാരെ ആഘോഷിച്ചു. ഞാൻ ഒരൊറ്റ കാര്യമാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. ഒരു ചാനലിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരാളെ റൂമിൽ കയറ്റി ഇടിച്ച്, അവനെ നശിപ്പിച്ച്, അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ച്, അപ്പോൾ ആൾക്കാർ വന്ന് ഡോർ തല്ലിപ്പൊളിച്ച് കയറി വന്ന് അവനെ രക്ഷിച്ച വ്യക്തിയെ ഒരു ചാനൽ പിന്നെ അവിടെ വെച്ചേക്കും. അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ എനിക്ക് പുറത്തെ ഷൂട്ട് എന്തായാലും കോമഡിയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഒരു മാനസികാവസ്ഥയിൽ എന്തായാലും കോമഡി ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി പ്രശ്നം നടന്നു എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം കോമഡി ചെയ്തു, എപ്പിസോഡ് കഴിഞ്ഞു. പിറ്റേ ഷെഡ്യൂൾ എന്നെ വിളിച്ചു, കോമഡി കളിച്ചു. ഈ കഴിഞ്ഞ ദിവസം കൂടെ എന്നെ ഫ്ലവേഴ്സിൽ വിളിച്ചു, കോമഡി ചെയ്യിപ്പിച്ചു. ഒരു ചാനലിൽ ഒരു വിഷയം നടന്ന ആ ചാനൽ എൻ്റെ ഒരു കേസെടുക്കൂലേ? തീർച്ചയായും. അവിടെ വെച്ച് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഇത്രയും ഭയാനകമായ ഒരു സംഭവം നടന്നെങ്കിൽ ആ ചാനൽ എൻ്റെ പേരിൽ കേസെടുക്കും. 24 പോലത്തെ ഒരു ന്യൂസിൽ അത് വരും. വരും. അതിൻ്റെ ഡയറക്ടർ അനൂപ് ജോൺ, വലിയൊരു കോമഡി പ്രോഗ്രാം ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ചാനലിൽ ചെയ്തൊരു ഡയറക്ടറാണ്. ഇതിന്റെ ബാക്കി മേളിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ വലിയ വലിയ ആളുകളാണ്. ശ്രീകണ്ഠൻ സാറ് ഇടപെടുന്ന ആളാണ്. ആ ആള് എന്നെ പിന്നെ ഫ്ലവേഴ്സിൽ കാലുകുത്തിക്കോ? ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തെങ്കിൽ കാലുകുത്തിക്കോ? ഇതിനുശേഷം പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ തന്നെ വിളിച്ചേക്കുന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ വ്യക്തി എൻ്റെ മുമ്പിൽ ഇരുന്ന് പറയും, സാറേ എന്നെ തല്ലി നാശമാക്കി സാറേ. ആണോ? എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കും. മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതിനകത്തൊന്നുമില്ലല്ലോ. അതിനകത്ത് നിങ്ങൾ ഇടിച്ച് അവശനാക്കി, നിങ്ങൾ തന്നെ പറഞ്ഞേ, അതിനകത്ത്
മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു സാധനമില്ലല്ലോ, ഒന്നുമില്ല. അപ്പൊ പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ലേ? ഇല്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇന്റിമേഷൻ പോയാലേ ഒരു കേസ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല, അഡ്മിറ്റ് ആയിട്ടില്ല. അഡ്മിറ്റ് ആവാൻ പാകത്തിനൊന്നുമില്ല, അഡ്മിറ്റ് ആയിട്ടുമില്ല. അല്ല, അങ്ങനെയാണല്ലോ ഇന്റിമേഷൻ പോണല്ലോ ഒരു എഫ്ഐആർ ഇടാൻ തന്നെ. ക്യാമറ തല്ലി പൊളിച്ചു എന്ന് പറഞ്ഞു, ക്യാമറ കാണിക്കാൻ പറഞ്ഞു. ക്യാമറ കൊടുത്തിട്ട് SI സാറ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കും. ഒരു നിലത്തടിച്ച ഒരു ക്യാമറയല്ലേ, പൊട്ടി തീർന്നു പറഞ്ഞിട്ടുള്ളേ. ആ ക്യാമറ ആ സ്റ്റേഷനിലില്ല. അവൻ പറഞ്ഞു, സാറേ എനിക്ക് അരി മേടിക്കാനുള്ളതാണ്, ഞാനിത് കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ ക്യാമറയും കൊണ്ട് അവൻ വർക്കിന് പോയി. പിന്നെ ആ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചു എന്ന് എങ്ങനെ പറയും? അതേപോലെ ഇവിടെ സുധിയുടെ വീട്ടിൽ ചെന്നത് പ്രഹസനമായി എന്നൊക്കെ പറഞ്ഞു. ഒരു മനുഷ്യന് ആക്സിഡന്റ് പറ്റി കിടന്നാൽ ലിഗമെന്റ് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു, പുള്ളിയുടെ അടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞു. 3 മാസമെങ്കിലും ഒരു മനുഷ്യന് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് ഉള്ളതാണ്. കാലിൻ്റെ ഈ കാറിൻ്റെ അടിയിലേക്ക്, കാറിൻ്റെ ഈ സീറ്റിൻ്റെ അടിയിലേക്ക് സംഭവം കാലം ഇറങ്ങിപ്പോയി വണ്ടി ഇടിച്ചപ്പോൾ. പിന്നെ നമ്മളിങ്ങനെ കാലിറങ്ങിപ്പോയിട്ട് നമ്മളിങ്ങനെ ഇവിടെ ചെന്ന് ഇടിച്ചത്. ഇവിടെ അങ്ങനെ തിരിച്ചിട്ടുണ്ടാവണം നല്ല രീതിയിൽ. നിലവിൽ എനിക്ക് ലിഗ്മെന്റ് പ്രോബ്ലം, സ്റ്റാർ മാജിക്കിൽ ഗെയിം കളിക്കുമ്പോൾ ലിഗ്മെന്റ് പ്രോബ്ലം ഉള്ളവരെ അതും കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് അവരും കൂടെ കളിക്കേണ്ട ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പറയാറുള്ളത്. അത് നിലവിലുള്ളത് എനിക്ക്, ലോബിക്ക്, നെൽസന്, എല്ലാവർക്കും തടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ലിഗ്മെന്റ് പ്രോബ്ലം. അങ്ങനെ ഡോക്ടർ തന്ന മറ്റേ ഈ കാലയിലിടുന്ന ബാൻഡേഡ് അത് കെട്ടിയിട്ട് അല്ലാതെ നമുക്ക് നടക്കാൻ വയ്യ. അതും പിന്നെ ഈ വോക്കർ അതും കൂടെ തന്നൊരു 3 മാസം ഫിസിയോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ ചെറുതായിട്ടൊക്കെ, എനിക്കിപ്പോഴും സ്റ്റെപ്പ് ഓടി തന്നെ കയറാൻ പറ്റില്ല അവിടെ പിടിക്കാതെ. അപ്പോൾ ഈ വ്യക്തിക്ക് ഫേമസ് ആവാൻ വേണ്ടി പുള്ളി ഒരു സംഭവം. പിന്നെ വേറെ സംഭവമുണ്ട്. പുള്ളി പറയുന്നത് ക്യാമറ തല്ലി പൊളിച്ചതിൻ്റെ വക 9 ലക്ഷം രൂപ ഞാൻ പുള്ളിക്ക് കൊടുക്കണം. ക്യാമറയുടെ വില ഞാൻ 9 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. എന്റെ ക്യാമറ ചോദിച്ചില്ല. 9 ലക്ഷത്തിന്റെ ക്യാമറ എനിക്കറിയില്ല. അത് അത്ര. പിന്നെ ഞാൻ ഇതേപോലുള്ള ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് വെച്ചാണ് ഈ കോമഡി കളിച്ചിട്ട് അതിനെ തൊട്ട് തുടങ്ങിയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം. അന്നമാണ് ആ സാധനം ഞാൻ നിലത്തെറിച്ച് തുടങ്ങി. ഞാൻ വല്ല സൈക്കോയായിരിക്കണം. ഇല്ലെങ്കിൽ ഇവനെ ഞാൻ തല്ലുക എന്ന് പറഞ്ഞ് അവൻ എന്നെ ഒന്ന് തല്ലണ്ടേ? ഇവൻ ആണല്ലേ. ഞാൻ ഒരു അടി അടിക്കുമ്പോൾ എന്നെ തെറ്റ് ഒരടിയെങ്കിലും അടിക്കാലോ. എന്നെ അവൻ തല്ലിയിട്ടില്ല, എൻ്റെ ദേഹത്ത് പോലും ഒരു പാടില്ല. അവൻ്റെ കോളറിന് കഴുത്തിന് കുത്തി പിടിച്ചു അന്നേരമൊക്കെ അവനിങ്ങനെ ഇരിക്കുകയാണോ? അല്ല. ഇത് പിടിക്കുമ്പോൾ ഇതിൻ്റെ ബട്ടൺസ് പൊട്ടുക, അല്ലെങ്കിൽ ഷർട്ട് കീറുക, തിരിച്ചു പിടിക്കില്ലേ? ഞാൻ ഒരാളുടെ കഴുത്തെ പിടിച്ച് മൃഗീയമായി ഞെക്കുമ്പോൾ ആളിങ്ങനെ തന്നെ ഇരിക്കും എന്നോടുള്ള ബഹുമാനം കൊണ്ട്. ഒരിക്കലും ഇരിക്കും. അപ്പോൾ പുള്ളിക്ക് ഫേമസ് ആവാൻ വേണ്ടി ഇത് വേറൊരു കെട്ടുകഥയാണ്. പ്രപഞ്ചത്തിലൊരു ശക്തിയും ദൈവം ഉണ്ടെങ്കിൽ ഞാൻ പറയാ. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തുമായിട്ട് ഇൻ്റർവ്യൂ വെച്ചു. അപ്പം പുള്ളി വേണമെങ്കിൽ മച്ചാന് വേണമെങ്കിൽ ആ വ്യക്തിയെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എന്നോട് മുമ്പിൽ ഇരിക്കട്ടെ, ഇരുന്ന് സംസാരിക്കാൻ പറ. ഞാൻ തയ്യാർ. മറ്റേ നമ്മുടെ ഞാൻ തയ്യാറാണ്. വിളിച്ചോ, അയാളും കൂടെ വരട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. നമ്മൾ ഒരുപാട് പൈസ സഹായം, നമ്മൾ ഹെൽപ്പ്, നമ്മുടെ സുഹൃത്തുക്കളില്ലേ, നമ്മളൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് ഓർത്തിട്ട് എനിക്ക് ഒത്തും പിടിയും കിട്ടുന്നു. അല്ല, പിന്നെ ഇവിടെ പ്രശ്നങ്ങൾ 2-3 കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമല്ലോ നമുക്ക്. എന്തായാലും പല കമ്മിറ്റികളും 2-3 കാര്യം ക്ലിയർ ചെയ്യണം. ഒരു കാര്യവുമില്ലാതെ പാലാരിവട്ടം പോലീസ് കേസെടുക്കുന്നു അല്ലെ? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും? പുള്ളിയുടെ പരാതിയുടെ പ്രകാരം കേസെടുക്കുന്നു. ബിനുവിനെ പാലാരിവട്ടം പോലീസ് വിളിക്കുന്നു. ബിനു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒന്നുമില്ലാതെ ഈ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ ബിനുവിനെ വിളിക്കുന്നു, ചർച്ച നടത്തുന്നു? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതാ ഞാൻ ചെയ്യുന്നത്. പോലീസ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? പോലീസ് ഇവന്റെ ഈ റിപ്പോർട്ടും കാര്യങ്ങളും, മെഡിക്കൽ റിപ്പോർട്ടും ക്യാമറയും കണ്ടിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്താണ് ജിനീഷ ഈ പറയുകയും ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും ബന്ധം പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് വിടുക. അതിനുള്ള കാര്യം ഇതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ തന്നെ അറിയാമല്ലോ ഇത് എന്തെങ്കിലും ഉണ്ടോന്ന്. പിന്നെ വേറെ കേസ്, ഇത് FIR ഇട്ടേക്കണ കേസാണിത്. കോടതിയിലേക്ക് പോയേക്കണ കേസാണ്. കോടതിയിൽ ഇത് തീരുമാനിക്കണ്ടേ? അതിനിടയ്ക്ക് വീണ്ടും ഈ കോടതിയിൽ നിൽക്കേണ്ട കേസിന് പുള്ളി ഇതിങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താ? കോടതിയിൽ ഇത് തീരുമാനിക്കണേ, വിധി പറയണത്. അത് കോടതിയിലെ വിധി പറഞ്ഞ. അല്ല, എനിക്ക് ബിനുവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ബിനു പറഞ്ഞൊരു പോയിന്റ് ആണ് ഇത്. FIR കേസ് ഇപ്പോൾ പറഞ്ഞു, FIR കേസ് കോടതിയിൽ എന്തിന് FIR ഇട്ടു?
ആ ഇവിടെ ഒരു ചോദ്യം, എന്തിന് FIR ഇട്ടു? ഇത് കേസ് കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത് കേസിനുള്ളതില്ല. ഈ വ്യക്തി പറയണത് എനിക്ക് കേസെടുക്കണം, എനിക്ക് കേസെടുക്കുന്ന പറഞ്ഞത് ഈ ശരീരത്തിലോ ഒരു അവന്റെ ശരീരത്തിലോ ക്യാമറക്കോ നിലവിൽ ഇപ്പോഴും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ചാനലാണ് പാലാരുടെ സ്റ്റേഷനിൽ ചെന്നിട്ട് ആ തല്ലി പൊളിച്ചു എന്ന് പറയും. ആ ക്യാമറ ഒന്ന് കാണിക്കാൻ പറ, ആ ക്യാമറ ഒന്ന് കാണിക്കാൻ പറ. ഇനി അന്ന ദിവസം ഇവൻ ഞാൻ തല്ലി എന്ന് പറയുന്ന വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു വെച്ചു. ഈ ജിനീഷ് വന്ന ദിവസം മറ്റു ആളുകളുണ്ടല്ലോ, ജിനീഷ് അപ്ലോഡ് വരുന്ന ആളാണോ അല്ലെ? ജിനീഷ് ഈ ഫ്ലവേഴ്സിന്റെ സ്റ്റാഫാണ്. എങ്ങനെയാണ് ജിനീഷ് അതിന്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാനുള്ള അധികാരം കൊടുത്തത്? അത് പുള്ളി അവിടെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അത് ആര് കൊടുത്തിരുന്ന അധികാരമാണ്? അധികാരി ആരാന്ന് എനിക്കറിയാം. ഞാൻ ചെല്ലുമ്പോ മുതല് പുള്ളി ഞാൻ ചെന്ന് കുറെ നാളെ കഴിയുമ്പോ മുതൽ പുള്ളി അവിടെ ഉണ്ട്. അപ്പം പുള്ളി ഫോട്ടോ എടുക്കുന്നു, പോകുന്നു, ഇതൊക്കെയാണ് സംഭവം. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് വിളിച്ചേട്ടാ നമുക്ക് പേജ് ഒന്ന് റീച്ചാക്കണം. അപ്പം ഞാനിതിനകത്തൊന്നും ഇടാറില്ല. ഈ പേജൊക്കെ റീച്ചാക്കണം, പേജിൽ ഇത് ഇടണമല്ലോ. എനിക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ഒരു പരിപാടി ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞ് ഫോട്ടോ ഇടാൻ അറിയില്ല. അപ്പം ഞാനൊരു ഫോട്ടോ ഇടാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് എനിക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം വേറെ ചാനലുകളിൽ വെച്ചു ഇപ്പം ഇടാൻ അറിയാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞു. ഇപ്പം ഇടുകയെന്ന് പറഞ്ഞു. നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോഴേ ഇപ്പൊ സുമേഷ് തമ്പി എല്ലാവരും നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഇവരെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഇടും, അവരുടെ പേജിലൊക്കെ ഇടും. അപ്പൊ ഞാൻ അവരോട് പറയും ഇടത്തത് ഇതൊന്നും എനിക്കൊന്നും ഇട്ടതാ. അപ്പൊ ഇടാൻ നോക്കുമ്പോൾ കയറാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ കയറാൻ പറ്റാതെ ഞാൻ ജിനേഷിനെ വിളിക്കും. ഈ വ്യക്തി ഞാൻ അറിയാതെ എൻ്റെ പാസ്വേഡ് പല പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് വ്യക്തി. ഇതേപോലെ ട്രിപ്പൊക്കെ ചെല്ലുമ്പോൾ ഫോട്ടോ എല്ലാവരും ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ ഇടുമല്ലോ. ഇടാൻ നോക്കുമ്പോൾ ഇത് പറ്റുന്നില്ല. അപ്പം ഞാൻ പുള്ളിനെ വിളിക്കുമ്പോൾ പുള്ളി ഞാനത് മറ്റേ ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് പേജ് മാറ്റിയതാന്ന്. അപ്പൊ അങ്ങനെ കുറെ പ്രാവശ്യം മാറ്റി. അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ചോദിക്കണേ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണേ. റീച്ചായപ്പോ അവന് വേണം വിലക്ക് ഈ പേജ് പുള്ളിക്ക് വേണം. ഞാൻ കൊടുക്കണില്ല, പേജ് ഒന്നും കൊടുക്കണില്ല. പിന്നെ നമ്മുടെ മകേഷ് കുഞ്ഞുമോന്റെ വീട്ടിലൊരു പ്രാവശ്യം പോയി കഴിഞ്ഞു ആക്സിഡന്റ് കഴിഞ്ഞു. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ടേ. ഇത് ആക്സിഡന്റ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ കുറെ പോയിന്റ്സ്, എനിക്ക് ഈ മാർക്കറ്റിംഗ് പോയിന്റ്സ് ഒന്നും എനിക്കറിയില്ല. ചേട്ടാ നമുക്ക് ഈ സാധനം നമ്മുടെ പേജിലിട്ടാൽ ഈ ആക്സിഡന്റ് പറ്റിയതുമായ വീഡിയോസ്, നമ്മുടേതായ വീഡിയോസ് നമ്മൾ മറ്റുള്ള ചാനലിൽ ഇടണ്ട, നമ്മുടെ ചാനലിൽ മാത്രം പോയാൽ നമുക്കതിനുള്ള ഗുണം കിട്ടും. ചേട്ടാ പേജ് റീച്ച് ആകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിലൂടെ വന്ന ഒരു റീച്ചും പൈസ എനിക്ക് വേണ്ട. അവരെ വീട്ടിൽ പോയി ഞാനിരിക്കുമ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് അത് വേറൊരു ചാനലിനോട് നമ്മൾ പറയാതെ നമ്മൾ പോയി എടുക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് വേറെയാണ് എന്ന് പറഞ്ഞു. ഇത് എനിക്ക് തലയ്ക്ക് മൂളയില്ലേ, ഇത് എനിക്ക് കിട്ടുന്ന റീച്ചല്ലേ, എനിക്ക് വേണമെങ്കിൽ അത് ഓക്കെ എന്ന് പറയാൻ പാടില്ലേ. എൻ്റെ ചാനലല്ലേ, ഞാൻ പറഞ്ഞതല്ലേ അവൻ കേൾക്കുള്ളൂ, അല്ല അവൻ പറഞ്ഞാൽ ഞാൻ കേൾക്കൂലല്ലോ. ആ വ്യക്തി പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട കാര്യമില്ല. എൻ്റെ ചാനൽ അങ്ങനെ ഒരു സംഭവം വേണ്ട. പക്ഷെ നമ്മളവിടെ ചെന്നു എന്ന് ആളുകൾ അറിയണം. അതിനു വേണ്ടി 24 വിളിക്കുക. ആ ന്യൂസുകാർ വന്നിട്ടാണ് ഈ ചാനൽ കൊടുത്തത്. ഒരു ചാനലിലും ഞാൻ കൊടുത്തിട്ടില്ല. എന്തിന് എൻ്റെ ചാനലിൽ കൊടുത്താൽ പോരെ? ഇരുപടി മേലെ അവിടെ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഷെയർ ചെയ്ത് പോകുള്ളൂ. ഞാൻ അങ്ങനത്തെ മൈൻഡുള്ള ആളാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കിത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം. അപ്പോഴൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അത് വെച്ചിട്ടൊരു 10 രൂപ എൻ്റെ ചാനലിലൂടെ ഞാൻ ചെയ്തിട്ടില്ല. അതിപ്പോൾ ഇന്ന് ഇത് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നത് ചെയ്യാതിരുന്നല്ലോ അല്ല. അപ്പോൾ ഈ വ്യക്തിയാണ് പറഞ്ഞത് നമുക്കിതിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മകേഷ് കുഞ്ഞുമോൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, മകേഷ് പറഞ്ഞു ചേട്ടാ വീഡിയോ എടുക്കല്ലേ ചേട്ടാ, വന്നവരെല്ലാം വീഡിയോ എടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല മോനെ വീഡിയോ എടുക്കാനില്ല മോനെ, ഞാൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണാൻ വരുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ നിൻ്റെ അടുത്ത് വന്നു എന്ന് അറിയണമല്ലോ, നമ്മൾ ചെന്നൊന്ന് അറിയണം. അതിന് വേണ്ടി ഒരു ഫോട്ടോ മാത്രം എടുക്കാൻ പറഞ്ഞിട്ട് ഈ വ്യക്തി ഞാനറിയാതെ ഫുൾ വീഡിയോ എടുത്തത്. ഞാനത് ഫുൾ വീഡിയോ എടുത്തിട്ട് അഷറഫ് കോട്ടപ്പുറം എന്ന് പറഞ്ഞാൽ എൻ്റെയും പുള്ളിയുടെയും വേണ്ട, ഞങ്ങളുടെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾ ഇവൻ അവരുടെ അടുത്ത് ഈ അഷറഫ് കോട്ടപ്പുറം ഗുരുവായി ഇങ്ങനൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവർ ജിനീഷ് വേറെ റൂട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ എന്നൊക്കെ ഈ അഷറഫ് കോട്ടപ്പുറം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കേസാണ്. അപ്പം ഞാൻ ഇവനെ വിളിച്ചാൽ ഇവൻ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഈ അഷറഫ് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സുഹൃത്ത് എന്നോട് ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് അമൃത ചാനലിലൊക്കെ.
അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഇവൻ നാറ്റിക്ക് ആ റേഞ്ചിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത്. ഇന്നല്ലേ നാളെ പണി ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണേ എന്ന് വെച്ചപ്പോൾ ഈ അക്ഷരക്കോട്ടപ്പം ഒരു കാര്യം ചെയ്യും, ഇതുമായിട്ട് പല പല ബന്ധങ്ങളില്ലേ, അതുണ്ടെന്ന് അവനോട് പറ. അപ്പോൾ അവൻ എന്തായാലും പേടിക്കുമല്ലോ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പല ബന്ധമുണ്ട്, വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അതാണ് ഗുണ്ടായുസം. അതാണ് ഗുണ്ടായുസം. ഞാൻ ചോദിച്ചോട്ടെ, എനിക്കൊരു ഗുണ്ടായുസം ഉണ്ടെങ്കിൽ ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഈ എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടുള്ള ഈ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് ഇത് അറിയണേ. ഞാൻ അപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ വിട്ടിട്ട് അവനോട് മോനങ്ങ് മാറിന്ന് അത് ആ പരിപാടി നിർത്തിക്കോട്ടോ ഇന്ന വരെ അവൻ്റെ അടുത്ത് ഒരു ഗുണ്ടകളും പോയി പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഗുണ്ടയായിട്ട് നടക്കണ ആളല്ലല്ലോ. അവിടുത്തെ പ്രോഗ്രാമിന് ഇടിക്കണ്ടല്ലോ, പുറത്തിട്ട് ഇടിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നമ്മൾ പോലും അറിയാതെ അവനെ ഇടിപ്പിച്ചാ പോരെ. ഇതൊന്നും അവനെ വിളിക്കാൻ പറ്റില്ല, വിളിച്ചാൽ കിട്ടില്ല. ഞാൻ വിളിച്ചാൽ ഫോൺ റെക്കോർഡ് ചെയ്യണം, അത് പറ്റില്ല. അതിനുശേഷം ഞാൻ വേറെ മനുഷ്യാവകാശ കമ്മീഷനെ ഒരു മാഡത്തിനെ കൊണ്ട് വിളിപ്പിച്ചു. ഇപ്പൊ പുള്ളി പറയണത് മാഡം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല പുള്ളിക്ക് ഒരുപാട് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ മാറ്റിക്കും, എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇങ്ങനെയാണ് പുള്ളി പറയണത്. അല്ല, ഇത്രയും റീച്ചിലേക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ അവിടെ നിന്ന് വിളിക്കുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങൾ എവിടെയാണ് തുടങ്ങിയത്, എന്നാണ് തുടങ്ങിയത്? എനിക്കറിയില്ല. അതല്ല, അതിന് പ്രശ്നം വരുന്നത് വെച്ചാൽ ഞാൻ ഈ മഹേഷ് കുഞ്ഞുമോന്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞു. മഹേഷ് കുഞ്ഞുമോന്റെ അടുത്ത് പോയി ഈ വീഡിയോ ഈ വ്യക്തി ഞാൻ അറിയാതെ എടുത്തിട്ട് വേറൊരു ചാനലിൽ ഇടാൻ വേണ്ടി എനിക്ക് അഷറഫ് കോട്ടപ്പുറം എന്നെ കാണിച്ചു തന്നു. ഈ കണ്ടോ, അത് ആപ്പിളിന്റെ ഫോണെടുത്ത് തന്നെ ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ട് ലാസ്റ്റ് ബെല്ലൈക്കണം മറത്തു. മറ്റേ ബെല്ലൈക്കണും സബ്സ്ക്രൈബറും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാരത് എടുത്ത് അപ്പോഴത്തേക്കും കോട്ടപ്പുറത്തിന് വയ്യടാന്നായി. ഇത് ജിനീഷ് ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ അപ്പോൾ തന്നെ ജിനീഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജിനീഷ് പറഞ്ഞു പുള്ളി ക്രിയേറ്റ് ചെയ്താണ്, പുള്ളിയുടെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ജിനീഷോട് പറഞ്ഞു, ജിനീഷെ വഴക്കില്ല പിണക്കില്ല ഒന്നുമില്ല, ഇത് രക്ഷപ്പെടാൻ വേണ്ടിയോ ഇതൊന്നും വേണ്ട, നമ്മൾ ജെന്യുവനായിരിക്കണം പറയണത്, നമ്മൾ ഇനി വേണ്ട കേട്ടോ ജിനീഷെ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അപ്പോഴും എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എൻ്റെ പേജിൽ ഇടാറില്ല, എനിക്കറിയില്ല, ഇടാറില്ല. പക്ഷെ ഹൈദരാബാദിന് ഇതുപോലെ പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവം ഈ ജിനീഷിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം അതിനകത്ത്. പക്ഷെ എനിക്ക് ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ജിനീഷിനെ വിളിച്ചു ഹൈദരാബാദിൽ വെച്ച് ജിനീഷ് എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കണേ, ഇത് നമ്മൾ തമ്മിൽ പിണങ്ങി നല്ല സന്തോഷത്തോടെ മാറിയതല്ലേ, പിന്നെ എന്തിനാണ് പ്രശ്നം, നല്ല ചേട്ടനത് അറിയില്ല. അതുപോലെ ഞാൻ പറഞ്ഞു എൻ്റെ ജിനീഷെ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ള രീതിയിൽ അവനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ എന്താ വെച്ചാൽ ഇയാൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നോട് തന്നു. പിന്നെ ഞാനങ്ങ് ഈ ടോക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ, പിന്നെ നമ്മളങ്ങ് പ്രശ്നക്കാരനാവുകയാണല്ലോ, അതുകൊണ്ട് ഞാനത് അവിടെ നിർത്തി. എന്നിട്ട് പിന്നെ എൻ്റെ പേജ് അവിടെ ബ്ലോക്കായതിന് ശേഷം പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞതിന് ശേഷം ഞാൻ പേജിൽ നോക്കുമ്പോൾ എൻ്റെ പേജില്ല, ഗൂഗിളിൽ എൻ്റെ പേജില്ല. എൻ്റെ പേജില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സൈബർ സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കുറച്ച് നാളുമ്പോൾ എൻ്റെ തിരിപ്പുണ്ട്. സൈബറിൽ ഞാൻ കേസ് കൊടുത്തു. ആ കേസ് തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇവൻ എൻ്റെ പേരിൽ മുൻകൂട്ടി 2 കേസ് കൊടുത്തേക്കുന്നു. അല്ല, അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം അപ്പം സൈബറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഇത് എൻ്റെ പേജിൽ കയറണമെങ്കിൽ ഞാൻ എൻ്റെ പേജിൽ കയറാൻ നോക്കുമ്പോൾ ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്നോട്. അത് കഴിഞ്ഞിട്ട് സൈബർ സ്റ്റേഷനിൽ കയറിയെന്ന് വെച്ച് നോക്കി അവൻ്റെ സിസ്റ്റം എടുത്തുകൊണ്ട് വന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പം ജിനീഷ് എന്ന് പറഞ്ഞൊരു നമ്പറും അവൻ്റെ ഇത് അതിനകത്ത് കിടക്കണം. ഇപ്പോഴും മാറി. ഞാൻ ഈ ഓട്ടം തിരക്കായതുകൊണ്ട് ഇപ്പോഴും ഈ പിന്നെ പേജിൻ്റെ കേസൊക്കെ അവൻ്റെ ഇതിലാണ് കിടക്കണേ. അവിടെ 3-4 പ്രാവശ്യം ഇത് മാറ്റിയല്ലോ, പാസ്വേഡ് മാറ്റിയതുകൊണ്ട് അവിടെ കിടക്കണം. പുള്ളി പറഞ്ഞത് കൊടുത്തു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും അതിന്റെ അഡ്മിൻ പോലെ എന്തോ എനിക്ക് അതിന്റെ ആധികാരിക വശമില്ല. അപ്പൊ അത് ഇത് എന്തൊക്കെയോ പറഞ്ഞ് എന്റെ അഡ്രസ്സിലൊക്കെ ചെയ്തേക്കണേ. പക്ഷെ ഇപ്പോഴും സൈബർ സ്റ്റേഷനിൽ ചെന്നാൽ ഇപ്പോഴും നമുക്ക് കിട്ടും. അപ്പൊ അതങ്ങനെ അങ്ങനെയായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പേജ്
എൻ്റെ കേസ് പറഞ്ഞ് വിഷയമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കേസ് കൊടുത്തത്. ഈ കേസ് കൊടുത്തതിന് ശേഷവും സൈബർ വഴി ചുമ്മാ നമ്മളെ അങ്ങ് ഈ പെയ്ഡായിട്ടുള്ള പരിപാടിയില്ലേ, അപ്പം എന്നെ കുറച്ച് സുഹൃത്തുക്കൾ വിളിച്ചിട്ട് അത് പെയ്ഡായിട്ടുള്ള പരിപാടി. അത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കളിക്കാൻ അറിയാവുന്നവരെ നിൻ്റെ പിറകെ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു കമന്റ് ഇട്ടാൽ പോലും സ്റ്റാർ മാജിക്കിൽ നല്ല കോമഡി കാണിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുക. അങ്ങനെ ബുദ്ധിമുട്ടിച്ച് ലാസ്റ്റ് ഇവനെ നമ്മൾ ആ ഷൂട്ടിൽ അന്ന് വെച്ച് കണ്ട്. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളത് സത്യമാണ്. അതെന്താണ്? അത് ആ ഷൂട്ടിങ്ങിൻ്റെ അന്ന് ഇതിന് ഷൂട്ടിങ്ങിന് മുമ്പ് ഷൂട്ടിങ്ങിന് സമയത്ത് ഇവൻ ലക്ഷ്മി നക്ഷത്രയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവനോട് ഞങ്ങൾക്ക് നമ്മുടെ റൂമുണ്ട്, ആ റൂമിൽ ഇരുന്ന് ഞാൻ എൻ്റെ ഒന്ന് ജീവിച്ച. കാരണം എനിക്ക് അവിടെ അലറാനോ അട്ടഹസിക്കാനോ ഇടിക്കാനുള്ള സംഭവമൊന്നും ഇല്ല. എൻ്റെ പുറത്ത് പിന്നെ ഡയറക്ടർ, ഇത്രയും ക്യാമറ ക്രൂവ്, അതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ, ലേഡീസിൻ്റെ ഒക്കെ റൂം തൊട്ടടുത്തടുത്ത്. ഞാൻ അവിടെ തിട്ടച്ച് ഒരാളെ ഇടിക്കണമെങ്കിൽ ഞാൻ ആ മേക്കപ്പിൽ നിൽക്കുന്നു, അവിടുത്തെ കോസ്റ്റ്യൂമിൽ നിൽക്കുന്നു. ഒരാളെ ഞാൻ പൊട്ടനാണോ, ഞാൻ ഒരാളെ ചവിട്ടി കൂട്ടി നശിപ്പിച്ച് അവൻ്റെ ക്യാമറ തല്ലി പൊളിച്ചെന്നൊക്കെ പറയാം. അവനെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ പറഞ്ഞ രീതിക്ക് ഇടിച്ചാൽ അവൻ ആംബുലൻസിൽ കൊണ്ടുപോകണം അല്ലേ, പറഞ്ഞ രീതിക്ക് ഇടിച്ചാൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ഉണ്ട്. ഞാനോർത്തു ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ് കാണിക്കുന്ന പറഞ്ഞാൽ പായലോട്ടെ സ്റ്റേഷനിൽ വിളിക്കണം. ഇതിക്ക് മുമ്പ് വേറെ സംഭവം ഉണ്ടായി. എന്നെ എനിക്ക് പേടിയുണ്ട്, പുള്ളി എന്നെ ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചിട്ട് നോർത്ത് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് എന്നെ വിളിച്ചു, നോർത്ത് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്താ ബിനു ഇയാളെ എന്താ ഭീഷണിപ്പെടുത്തുന്ന എന്താ കാര്യം. ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ മുമ്പിലിരുത്തിക്കൊണ്ട് പറഞ്ഞു. അവനൊരു അക്ഷരം മിണ്ടിയില്ല. വാദി പ്രതിയായി സർക്കിൾ സാറോ SI സാറോ പറഞ്ഞു പറഞ്ഞു നന്നായി. സ്റ്റേഷനിൽ ബുക്കിനകത്ത് എഴുതി വെച്ചു, ഇനി ഞാൻ ബിനു അടിമാലിയെ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി വെപ്പിച്ചതിൻ്റെ കോപ്പിയുണ്ട്. ഇനി ഞാൻ ബിനു അടിമാലിയെ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കില്ല എന്ന്. അത് നോർത്ത് സ്റ്റേഷനിലാണ്. ചെന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വിവരാവകാശം വേണം, അങ്ങനെ കിട്ടില്ലേ? പിന്നെ കിട്ടുമല്ലോ. ചോദിച്ചോ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ പറയുന്നു, ഈ സ്റ്റേഷനുകളെല്ലാം ഇപ്പോൾ വാർത്ത ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കണേ, വിവരാവകാശം വെച്ചേക്കണത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇതിനകത്ത് എനിക്കെതിരായിട്ട് ഇവൻ കൊടുത്ത പരാതിയിൽ എനിക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പറ. നിലവിൽ അങ്ങനെ സംഭവമില്ല. 9 ലക്ഷം രൂപ എന്നോട് പല ആളുകളെ കൊണ്ടും വിളിപ്പിച്ച്. ഈ ജിനീഷിന് വേണ്ടി ആളുകൾ ആരാണ് വരുന്നത്? ഒത്തുതീർപ്പാക്കുന്നൊക്കെ പറഞ്ഞു ഇല്ല, ഓരോരുത്തരും വിളിക്കുക. പിന്നെ എൻ്റെ അടുത്ത് ഈ ജിനീഷും ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയം, അതിൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ട് നല്ല പരിചയമാണ്. പക്ഷെ പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും അവൻ്റെ പരിചയക്കാരനെ അങ്ങനെ കൂട്ടുന്നിട്ടൊന്നുമില്ല. അനൂപ് ജോൺ അങ്ങനെ കൂട്ടുനിന്ന് അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞു, ബിനുവിനെ അവനെ ആരും അറിയില്ല, ബിനു അടിമാലിനെ 10 മനുഷ്യരറിയണം. ഇവൻ ഇതുപോലെ അപകീർത്തിപ്പെടുത്തി എന്തെങ്കിലും ചെയ്താൽ മാനം പോകണം നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു തീർക്കുകയാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഡയറക്ടർമാരെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇവൻ നാറ്റിക്കുന്നു പറയാം. അപ്പം ആ സുഹൃത്തുക്കൾ എന്നോട് പറയാ, ബിൻചാണ്ട് ഇത്രയും നാളുണ്ടാക്കിയ പേര് അവനായിട്ട് കളയും. ഞാൻ പറഞ്ഞേ, ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, അവനെ തല്ലിയിട്ടില്ല, അവൻ്റെ ക്യാമറ തല്ലി പൊളിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് തോളത്ത് കിട്ടി എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ ഞാനെങ്ങനെ പറയും? തെറ്റുകാരനാവുമല്ലോ. അപ്പം ഞാൻ തെറ്റുകാരനായില്ലേ? ഞാൻ എങ്ങനെ പറയും? അവൻ അപകീർത്തിപ്പെടുത്തിയാലും വേണ്ടില്ല, അവൻ്റെ മുമ്പിൽ ചെന്നേച്ച് ഞാൻ എൻ്റെ തോളത്ത് കിട്ടി എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റും. ഞാൻ അബദ്ധം ചെയ്തിട്ടില്ല, ഞാൻ പറയില്ലെന്നോ പറഞ്ഞു. അപ്പോൾ അവൻ പലരെ കൊണ്ട് 9 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ഞാൻ കൊടുക്കണമെന്ന് അവൻ പറയണേ. പാലാരിവട്ട സ്റ്റേഷനിൽ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് അതും വരണം, ഇതേപോലെ ചാനലിൽ അതും വരണം. ഞാൻ ചോദിക്കും. പാലാരിവട്ടം ഇവൻ കേസ് കൊടുത്ത എല്ലാ സ്ഥലത്തും ആലുവ സൈബർ സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചാലും കൃത്യമായ റിപ്പോർട്ട് അവിടെ നിന്ന് കിട്ടും.
ചോദിച്ചോ. ഞാൻ വന്നത് കലാകാരനായിട്ടാണ് വന്നത്, ഞാൻ ക്രിമിനലായിട്ടില്ല വന്നത്. ഞാൻ ഒരാളെ എൻ്റെ ഈ കൈ വെച്ച് ഞാൻ ഇടിച്ചിട്ടില്ല. ഈ കൈ വെച്ച് ഇടിച്ച് അങ്ങനെ എത്ര വർഷത്തെ പരിചയമുണ്ട്. ഇത്ര വർഷം എൻ്റെ പേരിൽ ഒരു സ്റ്റേഷനിലും ഞാൻ ഇത്ര ക്രിമിനലാണെങ്കിൽ ഒരു കേസെങ്കിലും എൻ്റെ പേരിൽ വരണ്ടേ. പിന്നെ എന്താണ് ബിനു ഇങ്ങനെ വട്ടമിട്ട് ബിനുവിനെ ഉപദ്രവിക്കുന്നത്? എന്നെ സൈബർ ആക്രമണം ഇവന്റെ ഗേൾ ഓഫിൽ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയൊരു സംഭവം മതി, ഭയങ്കരം അല്ലേ. ഈ ബിനുവിനെതിരെ ഇരുന്ന കമന്റുകളെല്ലാം ഇവൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ എന്ത് ആർക്കും ഉപദ്രവം ചെയ്യണേ. സ്റ്റാർ മാജിക്കിൽ തങ്കച്ചൻ ഞാനൊക്കെ ആയിട്ടുള്ള ബന്ധം, സുധി എൻ്റെ അവരുടെ ആത്മബന്ധം എന്ന് വെച്ചാൽ സുധി ഒരു സ്റ്റാർ മാജിക്കിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞു അടുത്ത ജന്മത്തിൽ ആരാകണം എന്ന്. ഞാൻ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർ പറഞ്ഞു എനിക്ക് ലക്ഷ്മി നക്ഷത്രമാവണം, പെണ്ണുങ്ങൾ എനിക്ക് ഡയറക്ടർ സാറാവണം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ സുധി പറഞ്ഞു എനിക്ക് ബിനു അടിമാലി ആയാൽ മതിയെന്ന്. അപ്പം അത്രത്തോളം ആത്മബന്ധം അവനും ഞാനുണ്ട്. അവൻ്റെ ഈ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴും എല്ലാവരോടും നമുക്ക് ആത്മബന്ധം ഉണ്ടാവില്ല. എൻ്റെ ഘട്ടം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അളിയാ വീട്ടിൽ എൻ്റെ ഈ ചെല്ലുന്ന പൈസ കൊണ്ട് കഴിയുന്നില്ല, ഒന്നും തികയുന്നില്ല. ഒരുപാട് അംഗസംഖ്യകളുണ്ട് അവൻ്റെ വീട്ടിൽ, അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാലും അവൻ മരിച്ചപ്പോഴും അവൻ്റെ കൂടെ ആ യാത്ര ചെയ്തിരുന്ന ആളാണ് ഞാൻ. അതേപോലെ അവൻ്റെ ഈ പ്രശ്നങ്ങൾ ഏകദേശം അറിയാവുന്നു, ഷെയർ ചെയ്യുന്നിട്ടുള്ളതാണ്. ഞാൻ എന്തെങ്കിലും കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിഷയമില്ല, വേറെ ആരെങ്കിലും പറഞ്ഞാൽ വേണ്ടട്ടോ എന്ന് പറയുകയും ചെയ്യും. അത്ര ആത്മബന്ധമാണ്. അപ്പം ഞാൻ ഇരിക്കേണ്ട സീറ്റിൽ അവനിരുന്ന് എനിക്ക് പകരക്കാരനായിട്ട് അവൻ പോയി. ഇതൊക്കെ നമുക്ക് ബിസിനസ് ഒന്നുമല്ല. എന്തിൻ്റെ ബിസിനസ്? നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിച്ചാൽ പോരെ, സമാധാനത്തോടെ ജീവിച്ചാൽ പോരെ. അതിനകത്ത് അപ്പുറത്തേക്ക് എന്തിനാ നമ്മൾ ഞാനിപ്പോൾ ഈ നിൽക്കണ ഏതെങ്കിലും എൻ്റെ കോമഡി കേട്ട് കൈയടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകർ ഞാനത് ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുത്തതല്ല. ഞാൻ ബിസിനസ് ചെയ്തിട്ടുമില്ല. എനിക്ക് ഇത്രയൊക്കെ ആഗ്രഹമുള്ളൂ. പട്ടിണി കിടത്തരുത്, അല്ലാതെ പട്ടിണി കിടത്തരുത്, കുഴപ്പമില്ല, ഏതാണ് ജീവിച്ചു, അത്രയൊക്കെ നമ്മുടെ മനസ്സിലുള്ളൂ. അതല്ലാതെ എനിക്ക് ഭയങ്കര സെറ്റപ്പിലാകണം അല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ സിനിമയിലൊക്കെ ഭയങ്കര വലിയ നടനാണ്. ഞാൻ ചാൻസ് ചോദിച്ചു, ഞാൻ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. അത്യാവശ്യം അരി മേടിക്കാനുള്ള വകുപ്പ് ഈ ചാനലും അതും ഇതൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് ഞാൻ പോവുക. ഈ ഇപ്പോഴും ഒരു ചോദ്യത്തിനടുത്ത് ചോദിച്ചാൽ ഈ ജിനീഷ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കയറിയത്? ഈ സ്റ്റാർ മാജിക്കിന്റെ അകത്ത് എങ്ങനെ കയറി? സ്റ്റാഫ് അല്ല, ആര് കൊണ്ടുവന്നു? ജിനീഷ് അവിടെ എപ്പോഴും കയറുന്നു. ഈ സംഭവം നടന്നപ്പോഴും കയറി, അത് സംഭവം നടന്നപ്പോഴും ഉണ്ട്. എങ്ങനെ അകത്ത് കയറി? പുള്ളി അവിടുത്തെ ഫോട്ടോഗ്രാഫറാണ്. അത് ആര് വെച്ചിരിക്കുന്നത്? ആരും വെച്ചതാണ് അത്. അങ്ങനെ കയറാൻ പറ്റുമോ? ഇല്ലില്ല, അത് അവിടെ നമ്മുടെ ചാനലിന്റെ എന്തോ ഈ അനൂപ് ജോൺ സാറിന്റെ ആയിരിക്കും പരിചയമാണെന്ന് എനിക്ക്, ഡയറക്ടറുടെ പരിചയക്കാരനായിരിക്കും. അത് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു പരിചയമാണെന്ന് എനിക്ക് തോന്നണേ. അല്ലാതെ പുള്ളി നമ്മളവിടെ ചെല്ലുമ്പോഴൊക്കെ അതിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം പുറത്തുനിന്നുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഒന്നിലും അവിടെ കമ്പനി അറിഞ്ഞു വേണം, അല്ലെങ്കിൽ പറഞ്ഞ ഡയറക്ടർ അറിഞ്ഞു വേണം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു വേണം. അങ്ങനെ ഒരാളുടെ അറിയേണ്ട കാര്യം ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫ് കയറ്റിക്കോട്ടെ എന്ന് ചോദിക്കാം. ജിനു അവിടെ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നു, എല്ലാവരുമായിട്ട് ടൈപ്പ് ആവുന്നു, എന്നിട്ട് ബിനുവിനെതിരെ മാത്രം തിരിയുന്നു. ഇല്ല, ഈ പ്രശ്നം എനിക്കെതിരായിട്ട് ബിനുവിന്റെ ഫേസ്ബുക്ക് പേജ് നോക്കുന്നു, യൂട്യൂബ് ചാനൽ നോക്കുന്നു, ഇപ്പൊ തങ്കച്ചനെ നോക്കുന്നു. നാളെ എന്താവുന്നു? തങ്കച്ചൻ എന്ത് പറഞ്ഞു ഈ സംഭവം ഉണ്ടായപ്പോ? തങ്കച്ചനൊക്കെ പറയുമ്പോ ഇവരെല്ലാം ആർട്ടിസ്റ്റുകളാണ്. അവര് ഇത്തരം വലിയ വിഷയം ഉണ്ടായപ്പോ തങ്കച്ചന്റെ ഒക്കെ പേജ് നോക്കുവാണ് പുള്ളി. പുള്ളി നോക്കും. അതാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല എന്താവുന്നു. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ്. പുള്ളിക്ക് റീച്ചുള്ള ഒരു പേജ് വേണം. ഈ സ്റ്റാർ മാജിക്കിന്ന് മാറ്റിയെന്നാണ് ഇപ്പൊ വാർത്തകൾ. അങ്ങനെ വല്ലതും സംഭവിച്ചു? അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഈ വിഷയം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം അന്നും ഷൂട്ട് ചെയ്തല്ലോ. അന്ന് ഉച്ച കഴിഞ്ഞ് ഈ ഷൂട്ടിംഗ് ഇടല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവന് പറഞ്ഞ സംഭവം. ഇവനെ ഞാൻ റൂമിനകത്ത് എടുത്ത് വർത്താനം പറഞ്ഞെന്നുള്ള സത്യസന്ധമായ കാര്യം അത് പറഞ്ഞു. സത്യമായിട്ട് നമ്മൾ വർത്താനം. അത് ഇടിച്ചിട്ടില്ല. ഇടിച്ചാൽ ഞാൻ ഇവിടെ പിടിച്ച ഈ കോളറിന്റെ ഇത് ചുളിയും, ഇത് ബട്ടൺസ് പൊട്ടും, നഖം കൊള്ളും, എന്റെ മേത്ത് അവൻ ഒരു പ്രാവശ്യം ഇടിക്കും. ഇതൊന്നും സംഭവിച്ചിട്ട് അത് സംസാരിച്ചവൻ ഇറങ്ങിപ്പോയി. സംസാരിച്ചു, അവൻ ഇറങ്ങി കൂളായിട്ട് നടന്നു തന്നെയാണ് പോയത്. അല്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോകുമ്പോ അത്രയും ക്രൂ ഉണ്ട്, അവനവിടെ വെച്ചെടുക്കാൻ പറ്റില്ല. എന്നെ ഇടിച്ചു എന്ന് പറയാവുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അവിടെ എല്ലാവരും ഉണ്ട് താനും. എല്ലാവരും
A to Z ആർട്ടിസ്റ്റുകൾ, ക്യാമറ ക്രൂ, കംപ്ലീറ്റ് കാര്യമുണ്ട്. അവൻ്റെ ഈ ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ ദേഷ്യം വരുമ്പോൾ ഇടിക്കുന്ന സ്ഥലങ്ങളാണതൊക്കെ. അറിയാതെ നമ്മൾ ദേഷ്യം ഞാൻ കടിച്ചു നിൽക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഇടിക്കും. ആ ഇടിക്കുമ്പോൾ ചുണ്ടെങ്കിലും പൊട്ടണ്ടേ, ഈ എനിക്കിട്ടൊരു ഇടി കിട്ടണ്ടേ. ഞാൻ പറയുന്നു, ഏറ്റവും വലിയൊരു ദേവാലയത്തിന് മുമ്പിൽ അവനവൻ്റെ മക്കളെ കൊണ്ട് നിർത്തട്ടെ, ഞാൻ നിർത്താം എൻ്റെ മക്കളെ. അതിൻ്റെ തലയിൽ തൊട്ടിട്ട് അവൻ സത്യം ചെയ്യട്ടെ, ഞാൻ അവനെ ഇടിച്ചെന്ന്, അവനെ ക്യാമറ തല്ലിപ്പൊളിച്ചെന്ന്. പ്രപഞ്ചത്തിലൊരു സത്യം ശക്തിയില്ലേ, അവൻ പറയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പോയി ചെന്ന് നിൽക്കാം. എൻ്റെ മക്കളുമായിട്ട് എനിക്ക് സുഖമില്ലാത്തൊരു കൊച്ചുണ്ട്, ആ കൊച്ചുമായി ഞാൻ പോയി നിൽക്കാം. ഞാൻ ആ കൊച്ചിൻ്റെ തലയിൽ നടക്കി നിന്ന് ഞാൻ സത്യം ചെയ്യാം, ഞാൻ തയ്യാറാണ്. എൻ്റെ സുഖമില്ലാത്ത കൊച്ചിൻ്റെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാം, അവൻ ചെയ്യട്ടെ. നമ്മൾ ഈ മക്കൾക്ക് അന്നം കൊടുക്കാനുള്ള ഇതെല്ലാം ചെയ്യണേ, അവരുടെ ഭാവിക്ക് വേണ്ടിയല്ലേ. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ വരരുതെന്നാ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് ഇവനെ തൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനുള്ള അവസ്ഥ. അവൻ വന്നാൽ ചെയ്യട്ടെ. നമ്മൾ ജയിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും അങ്ങനെ പറയരുത്. ബിനുവിന്റെ ജീവിതം തന്നെ കുട്ടികൾക്ക് അന്നം മേടിക്കാനുള്ള ജീവിതമാണ്. അല്ല, ബിനുവിന്റെ ഒരു യാത്ര തന്നെ എനിക്കറിയാം. ബിനുവിന്റെ പെൺകുട്ടിയെ എനിക്കറിയാം അല്ലെ. ബിനു ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത്, എവിടെയും കൊണ്ടു നടക്കുന്നു. ആ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം ബിനുവിന്റെ സന്തോഷം. എനിക്ക് ഞാൻ പറഞ്ഞില്ല, അത് മാത്രം. എൻ്റെ മോളുടെ എൻ്റെ ആമകളുണ്ട്, എനിക്ക് അവരെ കുറിച്ച് ഒരു വ്യാകുലതയില്ല. ആമ്പിളല്ലേ ഇതിലും വൈഫോ എന്തെങ്കിലും രീതിയിൽ ജീവിച്ചോളൂ. എൻ്റെ മോളുടെ കാര്യം എന്താണെന്നുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരാ ദുഃഖം അത്. ഞാൻ ആ മോളെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു പ്രേക്ഷകരുടെ ഒരു സിമ്പതി എനിക്ക് വേണ്ട. ഞാനിത് മാർക്കറ്റിങ്ങിന് വേണ്ടി പറയണമല്ല. ഇതൊന്നും ഇല്ലേലും മെക്കാട് പണി ചെയ്തിട്ടുണ്ട്. മെക്കാട് പണി നമ്മൾ കോമഡിക്ക് വേണ്ടി പറയില്ല. മെക്കാട് പണിന്ന് ഞാൻ ചെയ്തിട്ടുള്ള അടിമാലിലുള്ള എൻ്റെ പഴയകാല സുഹൃത്തുക്കൾക്കറിയാം. മെക്കാട് പണി ചെയ്ത് കൈയൊക്കെ തുളഞ്ഞ് സിമെന്റ് കൂട്ടി പിടിച്ച് കൈയൊക്കെ തുളഞ്ഞ് ഇഷ്ടം പോലെ ചാന്ത് കൂട്ടി, ലിഫ്റ്റൊന്നുമില്ലല്ലോ, തലയെ ചുവന്ന് സ്റ്റെപ്പ് കയറി മേളിൽ ചെന്ന് ചാന്ത് കൂട്ടിയിട്ട് കൊടുത്ത് മെക്കാട് പണി ചെയ്തിട്ടുണ്ട്. ഹൗസ് പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ നടനായിട്ട് വന്നതൊന്നുമല്ല. കുരുമുളക് പറിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ പല പറമ്പുകളിലും. അങ്ങനെ ജീവിച്ച് വളർന്നാനാ. ഇപ്പോഴും ആ മനസ്സും ആ ഓർമ്മയും കഞ്ഞിയും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും വണ്ടി കണ്ടു അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇതെങ്ങനെ തീർക്കും? ഇതെങ്ങനെ തീരും? ഇപ്പൊ അവന് കേസ് കൊടുത്തേക്കണം. കേസ് കൊടുത്തിട്ട് കോടതിയിൽ തീരുമാനിക്കണം. കോടതിയിലാണ് കോടതിയില്ല തീരുമാനിക്കണേ എന്താണെന്ന്. ആ കോടതിയിൽ കേസ് ഇരിക്കുമ്പോഴാണ് ഇട്ടിരിക്കുന്നത്. എനിക്കറിയില്ല. വകുപ്പോട് ചോദിച്ചോ? ഇല്ലില്ല. ഇനി ഇവനെ ഉപദ്രവിച്ച വകുപ്പൊക്കെ ആകുമ്പോൾ വലിയ കുറ്റങ്ങളാണ് വരുന്നത്. അത് പുള്ളി ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞാലേ അവിടെ എഴുതി കൊടുത്തേക്കണ എന്താന്ന് എനിക്കറിയില്ല. അത് തല്ലിയത് പറഞ്ഞപ്പോ അവര് പോലീസുകാർ ഇത് പറഞ്ഞു തീർക്ക്, നിങ്ങളുടെ ഇത് അതിനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബിനുവിനെ സംബന്ധിച്ചിടത്തോളം ബിനു ചെയ്യാത്തൊരു കുറ്റത്തിന് ബിനുവിനെ ക്രൂശിക്കുന്നു അല്ലെ. സുധിയുടെ വീട്ടിൽ പോയത് ഞാൻ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ പോയതാണൊക്കെ അവൻ പറഞ്ഞു. പല ഇന്റർവ്യൂ പല രീതിക്ക് പറയുന്നുണ്ട്. അതാണ് പല ഇന്റർവ്യൂ ഒരാളെടുത്ത് പറയുന്നതല്ല മറ്റൊരാളെടുത്ത് പറയുന്നത്. എന്തിന്? എന്നാ ആ ഇന്റർവ്യൂ എടുത്തവരാരെങ്കിലും ബിനുവിനെ തേടി വന്നോ? ആരും വന്നില്ല. അല്ല, ഒരു വർഷം കേൾക്കുമ്പോ അടുത്ത വർഷം കേൾക്കാൻ വരണ്ടേ? എന്നെ ഇപ്പോഴും ഈ കോളുവിളി മൊത്തം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ചേട്ടാ അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു, ചേട്ടന് പറയാനുള്ളത് പറയാന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എനിക്കെതിരായിട്ട് സംസാരിച്ചവരും വിളിക്കുന്നുണ്ട്, അല്ലാത്തവരും വിളിക്കുന്നുണ്ട്. നമുക്ക് എനിക്കിനി പേരെടുക്കാനോ അങ്ങനെയൊന്നുള്ള ചിന്തകളൊന്നുമില്ല. എനിക്ക് മക്കളെ വളർത്തുക, ഈ ഒരു ആയുസ് ഒക്കെ നന്നായിട്ടങ്ങ് കുറച്ച് നല്ല ബന്ധങ്ങൾ. എന്നെ എത്ര വർഷമായി നമ്മൾ എത്രയോ സിനിമ ഷൂട്ടിങ്ങിലൊക്കെ ഇതിന് ഈ ഇത്രയും ഇടയ്ക്ക് വന്നിട്ട് ശേഷം ഞാനൊരു ലൊക്കേഷൻ വീഡിയോ ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം സ്ഥലത്ത് വെള്ളം അടിച്ചെന്നോ അല്ലെങ്കിൽ ഒരു ചാനലിൽ വെള്ളം അടിച്ചെന്നോ ഇതൊന്നും വരാൻ അധികം കാലമൊന്നും വേണ്ട. ഇത്ര ഇഷ്യൂസ് ഉണ്ടായിട്ടെ ചാനലിൽ നിന്നും ഒരു വിളിയോ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ, സംസാരം പോലും ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. ബിനു അവരോട് പറഞ്ഞിരുന്നോ എനിക്കെതിരെ ഇങ്ങനെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തോണ്ടിരുന്നവനാണ് ജനീഷ് ഇങ്ങനെയൊക്കെ വാർത്ത? അപ്പം ചാനൽ അധികാരികൾ എന്ത് പറഞ്ഞു? അവർക്കൊരു പ്രശ്നമില്ല.
അല്ല ചാനൽ അധികാരി ഇപ്പൊ ഇവനെ കൊണ്ട് ശല്യമാണെന്ന് പറഞ്ഞല്ലോ, ആ. അങ്ങനെ പറഞ്ഞപ്പോൾ ചാനൽ അധികാരികൾ അവര് പറഞ്ഞു ഇത് എന്റെ ഇത് ആരാ ഇത് ആരാ അവിടെ കൊണ്ടുവന്നത്, എന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ടാ എല്ലാവർക്കും അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാനും പാടില്ല. അപ്പം ഇത് എന്നെ സംഭവം എന്ന് ചാനലിൽ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. ഒരു സംഭവം നടന്നു. ഇപ്പൊ അവിടെ എന്താണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം സാറേ ഇന്ന എന്നെ പ്രശ്നം. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രീകണ്ഠൻ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു. എന്നെ സാറ് വിളിച്ചില്ല. ഞാൻ സാറിനോട് അങ്ങോട്ട് കാണണമെന്ന് പറയാ, അല്ലെങ്കിൽ അവിടെ പ്രശ്നം നടന്ന എന്നെ വിളിപ്പിക്കും. എന്നെ വിളിപ്പിക്കില്ലേ? എനിക്ക് സാറിനോട് ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാം. അപ്പം ഞാൻ മാഡത്തിനെ വിളിച്ചിട്ട് അത് ഒരു നമ്മളായിട്ട് നല്ലൊരു ആത്മബന്ധമായിട്ട് പോകുന്നത്. എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇല്ല, വേറെ ഏതോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് തിരിച്ചു വന്നു. അവർ ഞാൻ സംസാരിച്ചു. അപ്പോൾ ബിനു ഞാനിത് കാര്യം അറിഞ്ഞായിരുന്നു. ഇനി ഇതൊരു വലിയ വിഷയമുള്ള കാര്യമായിട്ട് തോന്നിയില്ലാത്തതുകൊണ്ട് ഞാൻ ബിനുവിനെ വിളിക്കാതിരുന്നത്. പക്ഷെ ഞാൻ ചെന്ന് പറഞ്ഞാൽ ഇനി ഇതൊരു ഇതിനായിട്ട് നമ്മളൊരു ചാനലിൽ മോശക്കാരനായി എൻ്റെ വാരിലാണ് തെറ്റെന്നുള്ളൊരവസ്ഥ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ, അതിന് വേണ്ടി ചെന്ന്. അത് കുഴപ്പമൊന്നുമില്ല, ബിനു പൊക്കോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ ശ്രീകണ്ഠ സാർ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാനിപ്പോൾ ഇത് എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിതല്ല, എൻ്റെ വീടൊക്കെ അപ്പറയാണ്. ഞാനിപ്പോൾ ഈ മോൻ്റെ എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ എഡ്യൂക്കേഷനും വീടിൻ്റെ ലോണും കൂടെ ആയതുകൊണ്ട് രണ്ടും കൂടെ മുമ്പോട്ട് പോകില്ല എന്ന് ഓർത്തുള്ളത് ഒരു ഇത് വാടകയായിരുന്നു കൊടുക്കാനിട്ടിരിക്കുന്നവർക്ക് ആളുകളൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി. കാരണം ഇനി മുമ്പ് ഇത് അവൻ പഠിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ലോൺ പിന്നെ ഇതിൻ്റെ ലോൺ ഇതെല്ലാം കൂടെ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറി. അപ്പം അത് വിൽക്കാൻ നിന്ന സമയം എടുക്കുന്നതുകൊണ്ട് ഇത് വീട് കിട്ടി. ഇപ്പം പെട്ടെന്ന് കിട്ടി. ചേട്ടാ ഇവിടെ വീട് കിട്ടാൻ ഇതില്ല ചേട്ടാ, അത് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ വാടകയ്ക്ക് ഞാൻ ഇങ്ങോട്ട് മാറി. ഇതാണ് സത്യത്തിലുള്ള അവസ്ഥകൾ. അല്ലാതെ ഞാൻ അവനെ സാറ് പറഞ്ഞു ഒരു കുഴപ്പമില്ല പിന്നെ പൊക്കോളം പറഞ്ഞു. അവിടെ ഒരു ചോദ്യം വന്നു എന്ന് പറഞ്ഞു, ഈ ഫോട്ടോഗ്രാഫർ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറുന്ന എന്നുള്ള ചോദ്യം വന്നു. ഫോട്ടോഗ്രാഫർ ശ്രീകണ്ഠ സാറിന്റെ അടുത്തും പോയി. ഇവൻ സ്റ്റേഷനിൽ പോയ കൂട്ടത്തിൽ തന്നെ ശ്രീകണ്ഠ സാറിന്റെ അടുത്തും പോയിട്ട് ഇവൻ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പം സാറ് ഉടനെ എന്നെ വിളിക്കുമല്ലോ. ചാനലിലുള്ളവരെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം സാറിനത് തോന്നി ഇതൊരു പ്രശ്നമല്ലാത്ത അല്ലാന്ന്, അതുകൊണ്ട് എന്നെ വിളിപ്പിക്കാൻ. അല്ല ഇവൻ എങ്ങനെ കയറി എന്നുള്ളതാണ് ഇപ്പൊ അന്വേഷിക്കുന്നത്. ഏതാ ഇവൻ ആരുടെ എയർഫി വന്നു അവിടെ ആ ഒരു സാധനം അന്വേഷിക്കുന്നുണ്ടല്ലോ. അല്ല അത് പിന്നെ അനൂപായുടെ കറഫിലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡയറക്ടറുടെ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അപ്പം സാറ് വന്നു എന്നോട് അവിടെ എന്തൊരു ഈ വിഷയം ഉണ്ടാക്കുന്നത് എന്നോട് ചോദിച്ചില്ല. അവരാദ്യം അങ്ങോട്ട് അവരുടെ അടുത്ത അതിനുള്ള ആളുകളുണ്ടല്ലോ അവിടെ അത് അന്വേഷിക്കാൻ. ആളുകൾ അന്വേഷിച്ച് സാറ് എന്നെ വിളിപ്പിച്ചേ ഇല്ല. ഞാൻ എൻ്റെ മനസ്സിലൊരിത്, ഞാൻ മോശക്കാരനായോ ഇങ്ങനെ സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്തേക്കണവൻ. അപ്പോൾ സാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നത്? ഞാൻ അങ്ങോട്ട് മാഡത്തിനെ വിളിച്ചിട്ട് സാറിനെ വിളിച്ചിട്ട് സാറിൻ്റെ ഒരു മീറ്റിംഗ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ അങ്ങനെ പോയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ സാറ് അല്ല ഞാൻ അറിഞ്ഞാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല ബിൽ പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ മോൻ്റെ ഞാൻ 2 എപ്പിസോഡ് മാറി നിന്നെന്ന് പറഞ്ഞില്ലേ, എൻ്റെ മോൻ്റെ ഈ അടിമാലിയിലെ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻസും ഇവിടുത്തെ എല്ലാം കൂടെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ബാങ്കിൽ വെക്കുന്നത്. പക്ഷേ A to Z പേപ്പർ ക്ലിയർ ആവണം. ലോൺ വയ്ക്കുമ്പം ഇതിൻ്റെ അപ്പുറത്തെ സാധനം വരെ നമ്മൾ ഉണ്ടായിക്കൊണ്ടുവച്ചാലും അപ്പം ഇതിൽ പോകണമെങ്കിൽ ഈ സാധനം കിടക്കണം ദേവികുളത്ത് പോകണം. ഇവിടെ അടിമാലി പോയാൽ പോരാ, പോയിട്ട് ഞാൻ തിരിച്ചിവിടെ വരുമ്പോഴായിരിക്കും അടുത്ത പേപ്പർ ഇവർ തന്നെ അടുത്ത് എടുക്കാനാണ്. ഞാൻ പറഞ്ഞു ഇനി വീട് മാറ്റം. കൊച്ചി കഴിഞ്ഞ 2 മാസം മുമ്പേ ഉള്ളതാണ് ലോഡിൻ്റെ പ്രശ്നങ്ങൾ, ഈ ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് കിട്ടി എല്ലാ പൈസ എടുത്തിട്ട് വേണം അവിടെ നിന്നുള്ള മറ്റേ അഡ്മിഷൻ്റെ സംഭവം വേണമല്ലോ, ഗ്യാപ്പ്. അപ്പം ഞാനിതെല്ലാം കൂടെ ആയപ്പോൾ പറഞ്ഞു ഞാനെന്നാ എന്നെ വിളിക്കണ സമയത്തൊക്കെ ഞാനിതിൻ്റെ ഓട്ടത്തിലാണ്. കാരണം ഈ സ്റ്റാറുകൾ ആരെങ്കിലും വരുന്നതനുസരിച്ചാണല്ലോ നമ്മൾ ഷൂട്ട് വെക്കണം, നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ. ഒരു നടൻ പെട്ടെന്നൊരു നടനെ വിളിക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഷൂട്ട് ഇട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളാ സമയത്ത് നമുക്ക് ചെല്ലാൻ പറ്റൂല ഇതുള്ളതുകൊണ്ട്. അപ്പോൾ ഇവൻ്റെ പയ്യൻ്റെ ഏജൻസിയിൽ നിന്ന് തന്നെ വിളിക്കണം. സാറേ എന്താ ഈ കാര്യങ്ങൾ നല്ല പറഞ്ഞ് വിളിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ഈ പേപ്പർ റെഡിയാക്കി കൊടുത്തെങ്കിലാണെങ്കിൽ ലോൺ ശരിയാക്കി കിട്ടുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഒരു കുറേ ഓട്ടത്തിൽ ഞാൻ ഈ വിഷയം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന
ദിവസം കഴിഞ്ഞിട്ടുള്ള 2 എപ്പിസോഡ് 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ടി ഞാൻ പോയി ഷൂട്ടിന് പോയിട്ടുണ്ട്. പിന്നെ പോയില്ലേ. പറയുന്നത് ഷൂട്ട് ചെയ്ത് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മുടെ ആവശ്യത്തിന് 2-3 എപ്പിസോഡ് പോകാൻ പറ്റില്ല. എന്റേതായ സാഹചര്യങ്ങൾ കൊണ്ട് പല കാര്യത്തിലും ഇപ്പൊ സിനിമ ഷൂട്ടിംഗ് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. എന്ന് പറഞ്ഞല്ലോ മാറി നമ്മള്. അല്ല എന്റെ മോന്റെ കേസ് ഉണ്ടല്ലോ, വീടിന്റെ എല്ലാം ഷിഫ്റ്റ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞു മാറിയതല്ലാതെ നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ല. ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇത്രയും മനസ്സിന് വിഷമം ഉണ്ടായിട്ടും കഴിഞ്ഞ എപ്പിസോഡിൽ പോയി ആളുകളെ ചിരിപ്പിക്കാൻ എങ്ങനെ ബിനുവിന് കഴിഞ്ഞു? അതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കോമാളി കരഞ്ഞ ജനം ചിരിക്കുമെന്ന് പറഞ്ഞ അവസ്ഥ. ബഹദൂർക്ക ഒരു സിനിമയിൽ ദിലീപും സിനിമയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നമ്മളീ കാണുന്ന കോമഡിക്കാരുടെ എല്ലാവരുടെയും അറിയാലോ അവസ്ഥകൾ, മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് എന്നെ പെയ്ഡ് ആയിട്ട് ഒരു വിഭാഗം നിന്ന് ആക്രമിക്കേണ്ടത്? സോഷ്യൽ മീഡിയയിൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ മാത്രം ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. ബിനു എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ബിനുവിനെ തേടി വന്നത്. ബിനുവിന്റെ കുറച്ച് സത്യാവസ്ഥ പുറത്തറിയണമല്ലോ. ബിനു ഇത്രയും സംസാരിച്ചപ്പോഴാന്ന് തോന്നുന്നു, ഇത്രയും നേരെ സംസാരിച്ചത്. ഞാൻ എന്റെ കഴിഞ്ഞ ദിവസം 5 മിനിറ്റ് എന്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് ഞാൻ. പക്ഷെ ബിനു എന്താണെന്ന് കൃത്യമായിട്ട് ബിനുവിനെ കൃത്യമായിട്ട് ബിനുവിന് ഒരു പടവിട്ടാൽ ബിനുവിന്റെ സാധനം നിന്നാൽ അതിനകത്ത് ബിനുവിനെതിരെയുള്ള കമന്റ് വന്നെങ്കിൽ അത് ഫേക്ക് ഐഡിയിൽ നിന്നും ഉണ്ടാവുന്ന കമന്റുകൾ തന്നെയാണ്. അതിന് യാതൊരു മാറ്റമില്ല. അത് നമ്മൾ ആ ഐ ഡി കയറി നോക്കിയാൽ അവരുടെ ഒരു പേജിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ജിനീഷാണ്. ബിനു വിളിച്ച ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. താൻ വിശ്വസിക്കുന്ന ഒരു പള്ളിയുടെ ജിനുവിന്റെ ഒപ്പം ബിനു വരാൻ തയ്യാറാണ്. ജിനീഷിന്റെ ഒപ്പം വരാൻ ബിനു തയ്യാറാണ്. ബിനുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്നും ഇഷ്ടപ്പെടുന്ന മോളുമായിട്ട് തലേ സത്യഞ്ജാവനാണ് വരാൻ തയ്യാറാണെന്ന് പറയുന്നു. അത് ഓർത്തെടുക്കുക. താങ്കളും അതിന് തയ്യാറാണോ? ബിനുവിന്റെ കൈകൾ ശുദ്ധമാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാനിപ്പോഴും പറഞ്ഞു, ബിനു പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഞാനിത് കണ്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. ബിനു പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. അവിടെയുള്ള ഒരു പോയിന്റ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ പിന്നെ ബിനുവിടെ ഷൂട്ടിന് പോയില്ല, ഷൂട്ട് നടത്തിയിട്ടുണ്ട്. അവിടുന്ന് ജിനീഷ് ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവരെല്ലാം കണ്ടിട്ടാണ്. അവരാരും ബിനുവിനെതിരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആ വെല്ലുവിളി ഏറ്റെടുക്കുക. സത്യസന്ധമായി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യാൻ ഞാനും തയ്യാറാണ്. ഒരു ദിവസം വിളിക്കുക. ഞാനും തയ്യാറാണ്. ആ കാര്യം പറഞ്ഞു. അദ്ദേഹം എന്ത് സ്നേഹിക്കുന്ന, അദ്ദേഹം എന്തിനു ജീവിക്കുന്നു, ആ മോളെ കൊണ്ട് സത്യം ചെയ്താണ് അദ്ദേഹം പറയുന്നത്. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വിങ്ങുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇനി കരഞ്ഞാൽ പറയും അഭിനയിക്കാന്ന് പറയും. അതെ പറയും. അതാണ് അങ്ങനെയാണ് കമന്റുകൾ വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അത് എന്റെ മോളൊരു സത്യമാണ്. അതൊരു സത്യമല്ല, അത് നമ്മൾ നുണയില്ലല്ലോ. തീർച്ചയായിട്ടും അത് ആ മോള് എൻ്റെ ഒരു ദുഃഖമാ. അതും നുണയല്ലല്ലോ, അതും നുണയല്ല. അതെൻ്റെ ഉള്ളിലെ തീരാത്ത് കിടക്കുന്ന ഒരു ദുഃഖമാണ്. എല്ലാവരും പറഞ്ഞു മോള് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന വീട്ടിലെ ഭാഗ്യമാണ്. എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ ഭാഗ്യം എനിക്കെന്തിനാ? ആ ഭാഗ്യം, അങ്ങനെയുള്ള ഭാഗ്യം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് കാശ് കിട്ടുക, അതെന്താണ് ദുഃഖം? ഒരു ഗൃഹനാഥം പോയി 10 കോടി രൂപ കിട്ടി, രക്ഷപ്പെട്ടു.